ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. സി-ടെറ്റ് ക്വാളിഫൈ ചെയ്തവരാണോ നിങ്ങൾ, അതോ സി-ടെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ? ഈ സി-ടെറ്റ് ക്വാളിഫൈ ചെയ്ത ആൾക്കാരെ കാത്തിരിക്കുന്നത് വലിയ അവസരങ്ങളാണ്. നമുക്കറിയാം, സി-ടെറ്റിന്റെ എക്സാം നടക്കുന്നത് 2 കാറ്റഗറിയിലായിട്ടാണ്. സി-ടെറ്റ് പേപ്പർ 1 ആൻഡ് സി-ടെറ്റ് പേപ്പർ 2. സി-ടെറ്റ് പേപ്പർ 1 ക്വാളിഫൈ ചെയ്തവർക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ അധ്യാപകരായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സി-ടെറ്റ് പേപ്പർ 2 ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ അവർക്ക് TGT എന്ന പോസ്റ്റ്, അതായത് 6ാം ക്ലാസ് മുതൽ 6, 7, 8 അല്ലെങ്കിൽ 6 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിലെ അധ്യാപകരായി ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ ഈ സി-ടെറ്റ് ക്വാളിഫൈ ചെയ്തവരെ കാത്തിരിക്കുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്? പലർക്കും ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല. കേട്ടറ്റ് എന്ന് പറയുന്നത് വളരെ നമുക്കറിയാം, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന എക്സാം ആണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെന്നല്ല, BEdും അല്ലെങ്കിൽ DLEd കഴിഞ്ഞ എല്ലാ ഉദ്യോഗാർത്ഥികളും തന്നെ ആ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുകയും അത് ക്വാളിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അതേസമയം സി-ടെറ്റിലോട്ട് വരുമ്പോൾ പലർക്കും അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അതായത് സി-ടെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് അവർ നോക്കാറില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവെയർ അല്ല. കേട്ടറ്റ് ആണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാമുകൾ, അതായത് നമ്മുടെ കേരള PSC നടത്തുന്ന ടീച്ചിങ് എക്സാമുകൾക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അതേസമയം സി-ടെറ്റ് ആണ് ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ അവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന എക്സാമുകൾക്കും അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ടീച്ചിങ് എക്സാമുകൾക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. പലരും ഫോക്കസ് ചെയ്യുന്നത് കേട്ടറ്റ് എന്നുള്ള ആ ഒരു എക്സാമിലോട്ട് മാത്രമാണ്. ഇതേ ക്വാളിഫിക്കേഷൻ ഉള്ളവർ, അതായത് ഡിഗ്രി പ്ലസ് BEd അതല്ലെങ്കിൽ DLEd ക്വാളിഫൈ ചെയ്തവർ ആ ഒരു കേട്ടറ്റ് എക്സാം എന്നതിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എല്ലാ എക്സാമുകളും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും, എല്ലാ ടീച്ചിങ് എക്സാമുകളും എഴുതാനായിട്ട് സാധിക്കും. പക്ഷെ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാം വരുമ്പോൾ, സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ടീച്ചിങ് എക്സാമുകൾ വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിലുള്ള അവസരങ്ങളും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്സാമുകളും എഴുതാം, സെൻട്രൽ ഗവൺമെന്റിന്റെ ടീച്ചിങ് എക്സാമുകളും എഴുതാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ടീച്ചിങ് പോസ്റ്റുകൾ ഏതൊക്കെയാണ്? നമ്മുടെ കേന്ദ്രീയ വിദ്യാലയ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേന്ദ്രീയ വിദ്യാലയയിലുള്ള ടീച്ചിങ് പോസ്റ്റുകൾ. അതോടൊപ്പം തന്നെ നവോദയ വിദ്യാലയത്തിലുള്ള ടീച്ചിങ് പോസ്റ്റുകൾക്ക് നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നവോദയ വിദ്യാലയയിൽ 6th മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളാണുള്ളത്. അപ്പോൾ TGT-കാർക്ക് മാത്രമേ അവിടെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഡിഗ്രി പ്ലസ് BEd അല്ലെങ്കിൽ PG പ്ലസ് BEd പ്ലസ് സി-ടെറ്റ്. അല്ല, PGT പോസ്റ്റിലേക്കാണെങ്കിൽ അവിടെ നിലവിൽ സി-ടെറ്റിന്റെ ആവശ്യം ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഇപ്പോൾ എക്സാം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ PGT-കാർക്ക് ഇതിന്റെ ആവശ്യമില്ല. പക്ഷേ TGT ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, TGT എന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ആണ്. അപ്പോൾ അതിലോട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ സി-ടെറ്റ് എന്ന് പറയുന്ന ഒരു മാൻഡേറ്ററി ക്വാളിഫിക്കേഷൻ ആണ്. എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. ഇൻ കേസ് സി-ടെറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. പക്ഷേ നമുക്ക് ആ ഒരു ഇന്റർവ്യൂ പ്രൊസീജിയർ, അതുപോലെ തന്നെ ഇതിന്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ, പ്രൊസീജിയറിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ സി-ടെറ്റ് എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ്. പിന്നെ നമുക്കറിയാം, കേരള PSCയുടെ എക്സാമുകൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. പക്ഷേ KVയിലെ ടീച്ചിങ് പോസ്റ്റുകളുടെ എക്സാമുകൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കട്ട് ഓഫ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാമുകളേക്കാൾ കൂടുതലായിരിക്കും, കട്ട് ഓഫ് കൂടുതലായിരിക്കും. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഇപ്പൊ നമുക്കറിയാം, ഓൾറെഡി ഒരു സി-ടെറ്റ് എക്സാം കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് എല്ലാം വന്നു. ഇനി പലർക്കുള്ള സംശയമാണ്, ഇനി എന്നായിരിക്കും സി-ടെറ്റിന്റെ എക്സാം ഉണ്ടാവുക? ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടാണ് സാധാരണ നമുക്ക് എക്സാം ഉണ്ടാവാറുള്ളത്. അതിൻ്റെ ഒരു 2 മാസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 1.5 മാസത്തിന് മുൻപായിട്ട് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, KVയുടെ എക്സാം, കേന്ദ്രീയ വിദ്യാലയയിലെ ടീച്ചിങ് പോസ്റ്റുകളുടെ എക്സാം 2023 ലാസ്റ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ 2 വർഷത്തോളമായി. അപ്പോൾ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു നമ്മുടെ സി-ടെറ്റ് എക്സാം ജൂൺ ജൂലൈയോടുകൂടി കഴിയുന്നതോടുകൂടി ആ ഒരു നോട്ടിഫിക്കേഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ
നവോദയ വിദ്യാലയാസിലുള്ള ടീച്ചിങ് പോസ്റ്റുകളുടെ എക്സാം 2023 നടന്നതാണ്. അപ്പോൾ 2 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെയും നോട്ടിഫിക്കേഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഈ 2 എക്സാമുകൾ നമ്മൾ എഴുതണമെങ്കിലും, അതായത് കേന്ദ്രീയ വിദ്യാലയയിലെ ടീച്ചിങ് പോസ്റ്റുകൾക്കും അതോടൊപ്പം തന്നെ നവോദയ വിദ്യാലയത്തിലുള്ള ടീച്ചിങ് പോസ്റ്റുകൾക്കും ഒക്കെ അപേക്ഷിക്കണമെങ്കിൽ സീറ്ററ്റ് നിർബന്ധമായിട്ടുള്ള ഒരു യോഗ്യതയാണ്. അതേപോലെ തന്നെ KV കേന്ദ്രീയ വിദ്യാലയാസിലെ നമ്മുടെ ഡെയിലി വേജസ് പോലെയുള്ള വേക്കൻസീസ് അവിടെ എല്ലാ വർഷങ്ങളിലും വിളിക്കാറുണ്ട്, ഒഴിവുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് അപേക്ഷിക്കണമെങ്കിലും നമുക്ക് സീറ്ററ്റ് ഒരു മാൻഡേറ്ററി ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് സീറ്ററ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രിഫറൻസ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അപ്പോൾ സീറ്ററ്റിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പലരും ആ ഒരു എക്സാം എഴുതാതിരിക്കുന്നത്. എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് കേട്ടറ്റിലോട്ട് മാത്രമാണ്. സീറ്ററ്റിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സീറ്ററ്റ് ഒരു സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന എക്സാം ആണ്, അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിലുള്ള എക്സാം ആണ്. എങ്കിൽ കൂടെയും അത് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേട്ടറ്റ് കാറ്റഗറി 1 and 2 പിന്നെ സെപ്പറേറ്റ്ലി ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ക്വാളിഫൈ ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എക്സാമുകൾക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, സീറ്ററ്റിന് അവിടെ ഒരു കാറ്റഗറി 3 എന്നോ അല്ലെങ്കിൽ പേപ്പർ 3 എന്നോ പറഞ്ഞിട്ടൊരു എക്സാം നിലവിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് HSA പോലുള്ള പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 3 മസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ കൂടിയാണ്. ഇനി വരുന്ന സീറ്ററ്റ് എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പഠിച്ചു പോവേണ്ടത്. കാരണം അത്ര വലിയ ബുദ്ധിമുട്ടുള്ള എക്സാം ഒന്നും അല്ല. പക്ഷെ നമ്മളുടെ പ്രിപ്പറേഷൻ സിസ്റ്റമാറ്റിക് ആണെങ്കിൽ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പേപ്പർ 1നും പേപ്പർ 2നും നമുക്ക് വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത്, പേപ്പർ 1ന് ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോഗി വരുന്നുണ്ട്. അതേപോലെ തന്നെ ലാംഗ്വേജുകൾ 2ഉം വരുന്നുണ്ട്. കേട്ടറ്റിനാണെങ്കിൽ നമ്മൾ എന്താണ് ലാംഗ്വേജുകളുടെ സെലക്ഷനിൽ വ്യത്യാസമുണ്ട്. ഇവിടെ 2 ലാംഗ്വേജും 2 കാറ്റഗറിക്കും കമ്പൽസറി ആയിട്ടുള്ളതാണ്. പേപ്പർ 1നും 2 ലാംഗ്വേജസ് വരുന്നുണ്ട്, പേപ്പർ 2നും 2 ലാംഗ്വേജസ് വരുന്നുണ്ട്. പിന്നെ പേപ്പർ 1നാണെങ്കിൽ EVSഉം മാത്സും ആണ് നോക്കേണ്ടത്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ടോപ്പിക്കുകൾ മാത്രമേ നമുക്ക് നോക്കാനായിട്ടുള്ളൂ. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. നമ്മുടെ ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നത് 90 മാർക്കാണ് ജനറൽ കാറ്റഗറിക്ക്. റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ, OBC പോലെയുള്ള റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ 82 മാർക്ക് നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ പേപ്പർ 2ലോട്ട് വരുമ്പോൾ ലാംഗ്വേജ് 2 ലാംഗ്വേജ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ വരുന്നത് ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോഗി വരുന്നുണ്ട്. ഒപ്പം നമ്മുടെ മാത്സ് ആൻഡ് സയൻസ് കോമ്പിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്. അങ്ങനെയാണ് നമുക്ക് പേപ്പേഴ്സ് വരുന്നത്. അതിൽ നമ്മൾ ആ ഭാഗത്ത്, അതായത് പേപ്പർ 2ന് പ്രിപ്പയർ ചെയ്യുന്നവർ നോക്കേണ്ടത് എന്താണ്, 8ാം ക്ലാസ് വരെയുള്ള സയൻസിൻ്റെയും മാത്സിൻ്റെയും ടെക്സ്റ്റ് ബുക്കുകൾ നോക്കണം. ഒപ്പം ആ ഒരു ലെവലിലുള്ള സൈക്കോളജി ക്വസ്റ്റ്യൻസ് നോക്കണം. ഒപ്പം ലാംഗ്വേജും ആണ് നമ്മൾ നോക്കാനായിട്ടുള്ളത്. ക്വാളിഫയിങ് മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ സീറ്ററ്റ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ വലിയ അവസരങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സീറ്ററ്റ് പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും. പേപ്പർ 2ൻ്റെ 2 പേപ്പേഴ്സിന് നമുക്ക് വരുന്നുണ്ട്. അതായത് സീറ്ററ്റ് പേപ്പർ 2 മാത്സ് ആൻഡ് സയൻസിനും അതുപോലെ തന്നെ സീറ്ററ്റ് പേപ്പർ 2 സോഷ്യൽ സയൻസിനും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ടൈം ടേബിൾ ആയിട്ട് സെറ്റ് ചെയ്ത് തരും. അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ ആപ്പിൽ ഓൾറെഡി റെക്കോർഡഡ് ആണ്. ആ ക്ലാസ്സുകൾ കാണുക. അതുപോലെ തന്നെ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കൗട്ടുകൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളും വരുന്നുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഓരോ വീക്കിലെയും വീക്ക്ലി എക്സാമുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ, റിവിഷൻ എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്യും. ഒപ്പം മെൻറ്റർ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മെൻറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ സീറ്ററ്റ് എക്സാം എഴുതാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. വളരെ പെട്ടെന്ന് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് റിവിഷൻ ചെയ്യാനും അതുപോലെ തന്നെ എളുപ്പത്തിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനും സാധിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്